ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും മൊബൈൽ മോഷ്ടിച്ച കേസിൽ 2 യുവാക്കൾ അറസ്റ്റിൽ. നിലമ്പൂർ വഴിക്കടവ് കോലോത്ത് പറമ്പിൽ നിഷാബ്, മലപ്പുറം പുന്നക്കടവ് കരുവാരക്കുണ്ട് വള്ളിയിൽ വീട്ടിൽ രാജു എന്നിവരാണ് പിടിയിലായത്. മാർച്ച് 30-ന് അന്ത്യോദയ എക്സ്പ്രസിൽ മംഗളൂരിൽ നിന്നും എറണാകുളത്തേക്ക് സഞ്ചരിക്കുകയായിരുന്ന എറണാകുളം സ്വദേശിനി ആദിത്യ രാജേഷ് പുലർച്ചെ 12:30-ന് ട്രെയിൻ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിർത്തിയപ്പോൾ സീറ്റിൽ വെച്ചിരുന്ന ബാഗും അതിലുണ്ടായിരുന്ന 10,000 രൂപ വില വരുന്ന മൊബൈൽ ഫോണും മോഷണം പോവുകയായിരുന്നു. തുടർന്ന് യുവതി നൽകിയ പരാതിയെ തുടർന്ന് റെയിൽവേ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് റെയിൽവേ സ്റ്റേഷനിൽ സംശയാസ്പദമായ രീതിയിൽ നിൽക്കുന്ന യുവാക്കളെ പരിശോധിച്ചത്. ഈ പരിശോധനയിലാണ് 2 മൊബൈൽ ഫോണുകൾ കണ്ടെടുത്തത്. പരാതിക്കാരിയുടെ മൊബൈൽ തന്നെയെന്ന് തിരിച്ചറിയുകയും ചെയ്തു. പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്തതിൽ നിന്നും മറ്റൊരു ഫോൺ മാഹിയിൽ നിന്നും മോഷ്ടിച്ചതാണെന്നും മൊഴി നൽകി. പോലീസ് നടത്തിയ പരിശോധനയിൽ കണ്ണൂർ പഴയപുരയ്ക്കൽ വീട്ടിൽ ശ്രീജേഷിന്റെ പേരിലാണ് ഫോണെന്ന് കണ്ടെത്തി. ഉടമയെ വിവരം അറിയിക്കുകയും ചെയ്തു. 2025 തീയതി രാത്രി 12:00 ഷൊർണൂരിൽ എത്തിച്ചേർന്ന അന്ത്യോദയ എക്സ്പ്രസിൽ ആദിത്യ എന്ന് പറഞ്ഞ പെൺകുട്ടി, മുളന്തുരുത്തി സ്വദേശിയായ ആദിത്യ എന്ന പെൺകുട്ടി കാസർഗോഡ് നിന്ന് എറണാകുളത്ത് യാത്ര ചെയ്യുമ്പോൾ ഷൊർണൂർ വെച്ച് അവരുടെ ബാഗ് നഷ്ടപ്പെട്ടു. ആ ബാഗിൽ ഒരു 15,000 രൂപ വിലപിടിപ്പുള്ളൊരു ഫോണാണ് ഉണ്ടായത്. അപ്പോൾ ആ കുട്ടിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഷൊർണൂർ റെയിൽവേ പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തു. ആ കേസിന്റെ അന്വേഷണം നടത്തി വരവരെ ഏകദേശം 2 മണിയോടെ സംശയമായ സാഹചര്യത്തിൽ നമുക്ക് 2 ആൾക്കാരെ കിട്ടി. ആ 2 ആളുടെ വേറെ പ്രോഡക്ട്സ് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ അവർ പല കളവ് കേസുകളിലും പ്രതിയായിട്ടുള്ളതാണ്. ഒരാൾ അതിൽ MDMA കേസിലും പ്രതിയായിട്ടൊന്നും മനസ്സിലായി. അവരുടെ കയ്യിൽ നിന്ന് 2 ഫോണുകളാണ് നമുക്ക് കിട്ടിയത്. അത് 2ഉം ലോക്ക് അഴിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഫോണാണ്. അപ്പോൾ ആ ഫോണിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഒരു ഫോണ് അവർ ഇവിടെ നിന്ന് എടുത്ത ആദിത്യ എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ ഫോൺ തന്നെയായിരുന്നു. രണ്ടാമത്തെ ഫോണിനെ കുറിച്ച് ചോദിച്ചപ്പോൾ മാഹി റെയിൽവേ സ്റ്റേഷനിൽ മദ്യപിച്ച് കിടന്നിരുന്ന ഒരാളുടെ പോക്കറ്റിൽ നിന്ന് എടുത്ത ഒരു ഫോണാണ്. അങ്ങനെ 2 കളവ് കേസിൽ നമ്മൾ ഷൊർണൂർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൽ ആദ്യത്തെ പ്രതിയായ 1-ാം പ്രതിയായ നിഷാബിന് മൊത്തം 5 കേസുകളാണ്. 5-ലൊരു MDMA കേസും അതിലൊരു 3.5 കൊല്ലത്തോളം അദ്ദേഹം തടവ് ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. രാജുവിനാണെങ്കിൽ മൊത്തം 4 കേസ് ഉണ്ട്. അതിൽ 2 കളവ് കേസുകളാണ്. ഈ കളവ് കേസിന് പുറമെ നമ്മളൊരു സെക്ഷൻ BNS 313 കൂടി ഈ കേസിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് പരമാവധി 7 കൊല്ലം വരെ അതിന് ശിക്ഷ കിട്ടും. അതായത് മുൻ ശിക്ഷക്കാരി അല്ലെങ്കിൽ മുൻ കുറ്റവാളികൾ കവർ ചെയ്യാനുള്ള ഉദ്ദേശത്തോടെ ഒരു സ്ഥലത്ത് 2 പേര് ഒന്നിച്ചു കൂടുകയാണെങ്കിൽ ആ സെക്ഷനോട് ചേർത്താണ് നമ്മൾ കേസ് ചെയ്യുക. നിഷാബിന് കൊണ്ടോട്ടി, കോഴിക്കോട്, ആലുവ സ്റ്റേഷനുകളിലായി 4 കേസുകളുണ്ട്. 2022 മുതൽ ജയിൽ ശിക്ഷ അനുഭവിച്ച് പുറത്തിറങ്ങിയതിനു ശേഷമാണ് വീണ്ടും മോഷണം നടത്തിയത്. രാജുവിന് വിവിധ സ്റ്റേഷനുകളിലായി 3 കേസുകളുണ്ട്. റെയിൽവേ സംരക്ഷണ സേനയുടെ സഹായത്തോടെ റെയിൽവേ പോലീസ് SI അനിൽ മാത്യു, C സുമേഷ്, മഗനീഷ്, രതീഷ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ പിടികൂടിയത്. അറസ്റ്റ് ചെയ്ത പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഈ ചാനൽ ഷൊർണൂർ. നടക്കാവിൽ ഹോസ്പിറ്റൽ അക്കാദമി ഓഫ് പാരാമെഡിക്കൽ സയൻസസ്, നടക്കാവിൽ ഹോസ്പിറ്റൽ ബിൽഡിംഗ്, വളാഞ്ചേരി, മലപ്പുറം. ഫോൺ നമ്പർ 04942084 010 7034071111.